ഈ തരുന്ന എമൗണ്ട് ഇത് അക്കൗണ്ടിൽ കൊണ്ട് ഇടണം കേട്ടോ. കഴിഞ്ഞ വട്ടം വന്നപ്പം കുറച്ച് അരിയും സാധനങ്ങളും മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഗുളിക പോലും മേടിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങളുടെ കയ്യിൽ നിവൃത്തിയില്ല മോനെ. ഇപ്പം സന്തോഷമായി. എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട്. കാരണം ഒരിക്കലും ഒന്നും എത്തിപ്പെടത്തില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം സന്തോഷമുണ്ട്. നമ്മൾ രണ്ടാമത്തെ വീഡിയോ എപ്പോഴും നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുമ്പം തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലേ ചേച്ചി? ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വരികയുണ്ടായി. ഈ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പത്മന പുത്തൻചന്ത എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. കൂടെയുള്ള ഇവരെല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചിതമാണ്. ചേച്ചി ഇഴഞ്ഞു പോകുന്നതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടാണ്. അമ്മയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമുണ്ട്. ചേച്ചിക്ക് പേസ് മേക്കർ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചേട്ടന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുണ്ട്, കണ്ണിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഓരോ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളതാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കൊപ്പം നമ്മുടെ പ്രേക്ഷകർ ഒന്നടങ്കം നിന്നു. ചേച്ചിയുടെ ഫോണാണിത് കേട്ടോ. ഇതിനകത്ത് ആ വീഡിയോ ഇട്ടിടം മുതൽ തന്നെ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് ആൾക്കാർ, നല്ല മനസ്സുള്ള ആൾക്കാർ ഇവരെ വിളിക്കുന്നുണ്ട്. ഇവരുടെ വീട്ടിൽ നേരിട്ട് വന്നിട്ടുണ്ട്. ഇവർക്ക് ഇപ്പോൾ ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ബാത്റൂം വേണമെന്നുള്ള കാര്യം. അതിപ്പോൾ എന്തായാലും ഏകദേശം ബാത്റൂം വന്ന് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നല്ല മനസ്സുകൾക്കിടയിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കുറച്ച് ആൾക്കാരുണ്ട്. ബഹുജനം പലവിധമാണല്ലോ, ചില ഞരമ്പൻസ്മാർ അല്ലേ ചേച്ചി? അപ്പം ചേച്ചിക്ക് കല്യാണാലോചനയൊക്കെ നടത്തി ചില ആൾക്കാർ. അപ്പം അത്രയും മോശമായിട്ടുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഒരു കാഴ്ച ഞാനും തൊട്ടടുത്ത് നിൽക്കുന്ന അയൽക്കാരും ഉൾപ്പെടെ ഇവരുടെ ഒരു കാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തെ പോലും അങ്ങനെയൊക്കെ കാണുന്ന കുറേ ആൾക്കാർ, കുറേ ഞരമ്പന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. അതിലൊരിക്കലും മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഞാൻ അന്ന് ഇവിടുന്ന് പോകുമ്പോൾ എന്താ പറഞ്ഞിട്ട് പോയത്? നല്ല മാറ്റം സംഭവിക്കുന്നു, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? അതുപോലെ സംഭവിച്ചില്ലേ? അന്ന് എൻ്റെ അടുക്ക കരഞ്ഞുകൊണ്ടാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ ഒരു അക്കൗണ്ടിൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് എനിക്കും ഈ അയലത്തുള്ളവർക്കും സിദ്ദീഖിയാക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല. എന്നിരുന്നാലും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പം ഇവരെല്ലാവരും കൂടെ ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട്. കാരണം ഒരിക്കലും ഒന്നും എത്തിപ്പെടത്തില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം സന്തോഷമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണക്കാരനായതെന്ന് പറയുമ്പം സിദ്ദീഖ് മംഗലപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. റഹീമിക്ക, പ്രഭ ചേച്ചി, അതുപോലെ ഇവരുടെ അയലത്തുള്ള ആൾക്കാർ. ഇവരുടെ സാഹചര്യം അത്രയ്ക്കും മോശമായതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് അവർ ആ ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ. ചേച്ചിയുടെ ഫോണാണ് റിങ് ചെയ്യുന്നത്. റിങ് ചെയ്യുന്ന ഫോണെന്ന് പറയുമ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തു നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരിട്ട് വന്നിരുന്നു ആരെങ്കിലും ഒക്കെ? ഇവിടെ ഇന്നും വന്ന് ഇന്ന് 2-3 പേര് വന്നിട്ടുണ്ട്. 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളുടെ വീടിന്റെ സാഹചര്യം എന്താ പറഞ്ഞേക്കുന്നത് ഇപ്പം ആൾക്കാർ? അവര് എല്ലാവരോടും ആലോചിച്ചിട്ട് എന്തിനു ചെയ്യാ എന്നാ പറഞ്ഞേക്കുന്നത്. അതുപോലെ ബാത്റൂം, ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബാത്റൂമിന്റെ കാര്യം. അതല്ല ഇപ്പൊ ശരിയായിട്ടുണ്ട്. അപ്പൊ സന്തോഷമായി. സന്തോഷം. ഇന്നിവിടെ വന്ന് അതിന്റെ ആള് ചെയ്യുന്നത്. നാട്ടിലുള്ളവർ എന്നും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകണം കേട്ടോ. കാരണം വെച്ചാൽ അവര് കാരണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പം എന്റെ തൊട്ടടുത്തായിട്ട് അവര് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇവരൊക്കെ അന്ന് ആ വീഡിയോയിൽ വന്നിട്ടുള്ളതായിരുന്നു. സന്തോഷമായി. ഒരു ബാത്റൂമിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതിനെ കുറിച്ച് ഇപ്പൊ എന്താണ്? ഇന്ന് വന്നാ നോക്കിയിട്ട് പോയി. ബാത്റൂം ഒക്കെ ഉടനെ ശരിയാവും അല്ലേ? അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവരുടെ ജീവിതവും എന്നിലൂടെ മാറാൻ കാരണമായത് ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. ദൈവത്തോട് നന്ദി പറയുന്നതിനൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ എവിടെ ചെന്നാലും തീർച്ചയായിട്ടും പരിചയപ്പെടുന്ന ഫാമിലിക്ക് ഒരു വലിയ മാറ്റം കൊടുക്കുന്നതെന്ന് പറയുമ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. സനീസ് മീഡിയ എവിടെയെങ്കിലും ഒരിടത്ത് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോയിലൂടെ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നൊരു വിശ്വാസവും നമ്മുടെ പ്രേക്ഷകർക്കുണ്ട്. ആ ഒരു വിശ്വാസം ഉള്ളതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലും വലിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവരെ കാണാൻ വേണ്ടി വരുമ്പം നമ്മൾ വെറും കൈയോടല്ല വന്നിട്ടുള്ളത്. ഇവർക്ക് ഞാൻ ഒരു തുക കൈമാറുകയാണ് കേട്ടോ. ഒരു വലിയൊരു തുകയാണ് ഞാൻ ഇവർക്കായിട്ട് കൈമാറുന്നത്. എൻ്റെ പ്രിയപ്പെട്ടൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇനി സനി അവിടെ പോകുമ്പം ഈ ഒരു തുക അവരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ തരുന്ന എമൗണ്ട് ഇത് അക്കൗണ്ടിൽ കൊണ്ട് ഇടണം കേട്ടോ.
കഴിഞ്ഞ വട്ടം വന്നപ്പം കുറച്ച് അരിയും സാധനങ്ങളും മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് കൊടുക്കാനും കൂടിയാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. അതിന് കാരണക്കാരനായിട്ടുള്ള ഞാൻ മാത്രമല്ല, എൻ്റെ ക്യാമറ ചെയ്യുന്ന സുഹൃത്തുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഒപ്പം വന്നിട്ടുള്ള സുഹൃത്തുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെയാണ് ഓരോ ഫാമിലിക്കും വലിയൊരു പ്രകാശം കൊടുക്കാൻ പറ്റുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്. ഇവരുടെ ആ വീഡിയോ വീണതിന് ശേഷം തന്നെ ഒരുപാട് ആൾക്കാർ ഇവരെ തിരക്കി ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാത്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ വന്നതുകൊണ്ട് സന്തോഷമല്ലേ? അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി അതിൽ വന്നിട്ടുള്ള ക്യാഷ് അത് നിങ്ങൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഈ തന്നിട്ടുള്ള ക്യാഷ് എത്രയും പെട്ടെന്ന് ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടിടണം കേട്ടോ. അമ്മ പോട്ടെ, ഞാൻ ഇനിയും കാണാൻ വരും കേട്ടോ. ശരി.